36 വർഷമായിടാ മനസ്സേ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. ഹലോ, എല്ലാവരും തുടരും മൂവി കണ്ടത് നല്ലൊരു എക്സ്പീരിയൻസോടെ ആയിരിക്കും മലയാളികളെല്ലാം തുടരും മൂവി കണ്ടത് അല്ലേ? ഞാനും അതുപോലെ തന്നെയാണ്. എനിക്ക് അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതെന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ ലാസ്റ്റ് RRR കണ്ടത്. പിന്നെ കണ്ടിട്ടുള്ളതൊന്നുമില്ല. പക്ഷേ പിന്നീട് ഈ തുടരും ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര റിവ്യൂ പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ മുഖം കരുതി ചേട്ടനെ വിളിച്ചുകൊണ്ട് ഞാനും പോയി. മോൻ്റെ പിറന്നാൾ ദിവസം ഞാൻ കണ്ടത് ഏപ്രിൽ 28 എൻ്റെ അമ്മോ, അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. നല്ല പാട്ടും ശോഭന മാമിൻ്റെ ലാലേട്ടൻ്റെ ആ ഒരു കോംബോ കാണാൻ വേണ്ടിയാണ് പോയത്. പ്രണയിച്ച് കിടക്കുന്ന കാണാൻ പോയി ഞാൻ കിള്ളി പറന്നു സിനിമ ഉണ്ട്. അതിലേറ്റവും ഹൈലൈറ്റായിട്ട് പറയുന്നത് നമ്മുടെ വില്ലനാണ്, എൻ്റെ അപ്പോ ജോർജ് സാറ്. നമ്മളെല്ലാവരും മലയാളികൾ അന്തം വിട്ട് പോയിട്ടുണ്ട്. ഇതാരും ഞാനാദ്യം കരുതി നമ്മുടെ ബിജു മേനോൻ്റെ ചേട്ടൻ വല്ലോ അങ്ങനെ എന്തെങ്കിലും പുള്ളിയായിരിക്കും എന്നാണ് കരുതിയത്. അതുപോലത്തെ ഒരു ലുക്കും സൂപ്പറായിട്ടിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി ആ പുള്ളിയുടെ ഡയലോഗുകൾ. എൻ്റെ അമ്മേ, അന്യായ ഡയലോഗുകൾ, മാനറിസം കലക്കി. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ ലാലേട്ട ഒരു തഗ് ഇറക്കുന്നുണ്ടല്ലോ, നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചാലും എന്നിട്ട് വീടിൻ്റെ തിണ്ണയിലിരുന്ന് കഴിക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ അമ്മയെ, അതൊക്കെയായിരുന്നു കോമഡികളെന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് എല്ലാവരും ഒരിക്കലും ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു കോമഡിയിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമായിരുന്നു അത്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നീട് ആ കഥ പോയിട്ട് ഞങ്ങൾ കണ്ട ശേഷവും പിന്നീട് അതിൻ്റെ ഓരോരോ സീനുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് അടുത്തതെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലായിരുന്നു. അവസാനം ജോർജ് സാറിൻ്റെ ഒരു ഡയലോഗുണ്ട്. എൻ്റെ അമ്മേ, അന്നേരം നമുക്ക് ആ ഒരു വില്ലനെ നമുക്ക് വലിച്ചു കീറി ഒട്ടിക്കാനുള്ളൊരു ദേഷ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ വരും. അത്രയ്ക്ക് രീതിയിൽ ആ പുള്ളി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത ഇതുപോലൊരു കിടിലൻ പടത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. താങ്ക് യു.